എന്താ പേര്? എന്റെ പേര് മീനാക്ഷി. മീനാക്ഷി. ചേച്ചിയുടെ പേരെന്താ? ശാരദ. നിങ്ങൾ രണ്ടുപേരും അയലോക്കാരാണോ? എന്റെ ഏച്ചിയാണ്, ഞാൻ അനിയത്തി. രണ്ടുപേരും. ഓക്കെ. എവിടുന്നാ പൂ എടുക്കുന്നത്? ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരും. ഇപ്പൊ ഒരു മുഴത്തിന് എത്ര രൂപയുണ്ട്? 50 രൂപ. വില കൂടി അല്ലേ? നോമ്പ് കാലത്ത് വില കൂടുവോ? നോമ്പ് കാലത്തല്ല, വില കൂടിയത്. ഉത്സവ സീസണും കൂടിയപ്പോ വില കൂടി അല്ലെ? 50 രൂപ. കച്ചവടം. ഈ പൂ എത്ര സമയത്തിനുള്ളിൽ വിറ്റ് കഴിയും? ഇത് വിറ്റ് കഴിയണം. കഴിഞ്ഞില്ലെങ്കിൽ പൈസ നഷ്ടം. കഴിഞ്ഞില്ലെങ്കിൽ പൈസ നഷ്ടം. വേറെ ഒന്നും ചെയ്യാനും കഴിയില്ല. ഇന്നത്തെ പൂവ് ഇന്ന് തന്നെ വിൽക്കണം അല്ലേ? ജീവിതം മൊത്തത്തിൽ എങ്ങനെ പോകുന്നു? ജീവിതം കഷ്ടത്തിലാണ്. മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? ആര് ജയിച്ചാലും ഞങ്ങൾക്ക് സന്തോഷം. ആര് ജയിച്ചാലും സന്തോഷമാണ്. അത് കൊള്ളാം. ആര് ജയിച്ചാലും ഞങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടില്ലാന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. ആര് ജയിച്ചാലും ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങള് കഷ്ടപ്പെടുന്നവരാ. രാവിലെ എത്ര മണിക്ക്? ഞങ്ങള് പുലർച്ചയ്ക്ക് ശനിയാഴ്ച പുലർച്ചയ്ക്ക് വരുന്നവരാണ്. ഓക്കെ. അപ്പൊ വീട് തൊട്ടടുത്താണോ? അല്ല, 300 രൂപ കൊടുക്കണം ഇവിടേക്ക് വരാൻ. 300 രൂപ കൊടുത്തിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്ത് പോകുന്നവരാണ്. എത്ര വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇവിടെ? 18 വർഷമായിട്ട് ഇവിടെ തന്നെയാണോ? ഈ അങ്ങാടി തന്നെയാണ് അല്ലേ? അപ്പോ എം കെ രാഘവനെ അറിയാമോ? നമ്മുടെ സിറ്റിംഗ് MP എളമന കരീമിനെ അറിയാമോ? MT രമേശിനെ അറിയാമോ? ഇവരിൽ ആരായിരിക്കും വരാൻ സാധ്യതയുള്ളത്? അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ആര് വരണം എന്നാണ് ആഗ്രഹം? എല്ലാരും വരണം. ആര് വന്നാലും കുഴപ്പമില്ല. ആര് പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. എന്താ മണ്ഡലത്തിലേക്ക് ഒരു സാധ്യത ഏട്ടാ? തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ല. എന്താ കാര്യം? കാരണം ചേച്ചിക്ക് വിശ്വാസമില്ലേ? അധികാരത്തിന് മാറിയാലും അവരുടെ കുടുംബം അവരും നന്നാണെന്നുള്ള ചിന്താഗതിക്കാരാ. രാഷ്ട്രീയം വെറും തട്ടിപ്പാ. വോട്ട് ചെയ്യുന്നില്ല ഇപ്രാവശ്യം. വോട്ട് ചെയ്യുന്നില്ലേ? ഇല്ല. ആർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാ വോട്ട് ചെയ്യാത്തത്? അതായത് ജനാധിപത്യത്തിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. അയ്യോ. ആരധികാരത്തിൽ വന്നാലും അവരും അവരുടെ കുടുംബവും നന്നാണോ? ഇപ്പൊ മുഖ്യമന്ത്രി സ്വന്തം മരുവനെ പിടിച്ചിട്ട് ആക്കി. അങ്ങനെ അവരുടെ കുടുംബം നന്നാവണം എന്നുള്ള ചിന്താഗതിക്കല്ല. രാഷ്ട്രീയം വെറും തട്ടിപ്പാ. ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനാത്ത സ്ഥിതിയാ. അവര് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. രാഷ്ട്രീയത്തില് വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പ്രതികരണം കൂടി നമ്മൾ കണ്ടു. അങ്ങനെ ഒരു പ്രതികരണം നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞവിടെ വന്നപ്പോ വേണ്ടമാരില്ലേ? ഓക്കെ. മാർക്കറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ പോയാൽ അതൊരു പത്മവ്യൂഹമാണ്. അവിടെ കുറെ ആളുകളുണ്ട് കേട്ടോ. നന്നായി പ്രതികരിക്കുന്ന മനുഷ്യരുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട് ഓട്ടോ? കുഴപ്പമില്ല. കുഴപ്പമുണ്ട്. ചൂട് കൂടുതലല്ലേ? നല്ല ചൂടാ. ആണോ? ഓക്കെ. എന്താ സാധ്യത മണ്ഡലത്തില്? ഇവിടെ രാഘവേട്ടനാണ് സാധ്യത. രാഘവേട്ടന് സാധ്യതയുണ്ട് അല്ലേ? ചേട്ടാ അമ്മൂസിന്റെ ചായക്കട. ചേട്ടന്റെ അമ്മൂസിന്റെ ചായക്കടയിലല്ലേ ചേട്ടൻ? ഇതെങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയെന്നല്ലേ? ചേട്ടന്റെ ഉടുപ്പിന്റെ പുറകെ എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ പാട്. എവിടെയാ കട? ഇവിടെ മൂയിക്കല് ആണോ? മൊത്തത്തിൽ എങ്ങനെയാ ഇവിടുത്തെ ഒരു മണ്ഡലത്തിലെ സാധ്യത? കരീംക തന്നെയാണ്. വികസനത്തിന്റെ നായകൻ കരീംക തന്നെ ജയിക്കുക. വികസനത്തിന്റെ നായകൻ കരീംക ആണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുവെ CPM-നോട് ജനങ്ങൾക്ക് 10 കൊല്ലം കൊണ്ട് തന്നെ മതിയായി തുടങ്ങി എന്ന് പറയുന്നു. CPM-നോട് അങ്ങനത്തെ ആൾക്കാർ പറയല്ലേ ഇവിടുത്തെ ബുദ്ധിമുട്ടുള്ളത്. എന്താ ബുദ്ധിമുട്ടുണ്ടോ ജീവിതത്തില്? ബുദ്ധിമുട്ടല്ല. കരീമായിന് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പണിയിട്ട് ചെയ്യുക. ആരാ ജയിക്കാൻ സാധ്യത ഇവിടെ മണ്ഡലത്തിൽ? ആർക്കാ സാധ്യത? ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക്